Hi, hello my dear friends, it's me Hasina Jabbar. Welcome back to my YouTube channel Hidaya's Home Garden. ഇപ്പോൾ കുറേ നാളുകളായല്ലേ നമ്മൾ സംസാരിച്ചിട്ടും കണ്ടിട്ടും വിശേഷങ്ങൾ അറിഞ്ഞിട്ടും ഒക്കെ. അപ്പം കുറേ വിശേഷങ്ങളൊക്കെ ഉണ്ട്, ചെടികൾ പുതിയ കളക്ഷൻസ് ഒക്കെ ഉണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് വീഡിയോസൊന്നും ഇടാതിരുന്നത്. ഇനി നമുക്ക് കുറച്ച് വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു. എപ്പോഴും ഞാൻ നിങ്ങളോട് പറയും വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നത് കാരണം വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ നമുക്കിന്ന് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഗാർഡൻ വിശേഷങ്ങളൊക്കെ പിന്നീട് ഒരു ദിവസം ചെയ്യാം. ഇന്നിപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പ്ലാന്റുകൾ പരിചയപ്പെടാം. അപ്പം നമുക്ക് ആദ്യം തന്നെ സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആന്തൂറിയം പരിചയപ്പെടാം. ആന്തൂറിയം ബെസ്സെ AFF ഡാർക്ക് ഫോം ആണ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മദർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു വെൽബറ്റി ഫിനിഷ് ആയിട്ടുള്ള നല്ല ഡാർക്ക് കളറിലുള്ള പ്യൂർ ഫോം ആണ് ഇപ്പം നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള ഇക്കോജനറയാണ്. ഇക്കോജനറയിൽ നിന്ന് ഡയറക്റ്റ് നമ്മൾ ഇറക്കിയിട്ടുള്ള പ്ലാന്റുകളാണ്. അപ്പം നമുക്ക് അതിൻ്റെ പ്ലാന്റ് സൈസ് വരുന്നത് ഈ ഒരു സൈസിലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പുതിയ ലീഫുകളൊക്കെ വന്ന് റീപോർട്ടിംഗ് ടൈം ആയിട്ടുള്ള ഒരു മദർ പ്ലാന്റ് സ്റ്റേജിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ. അത്യാവശ്യം നല്ല റൂട്ട്സ് ഒക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി നമുക്ക് മറ്റൊരു പ്ലാന്റ് കൂടി പരിചയപ്പെടാം. അടുത്തതായിട്ട് നമുക്ക് ആന്തൂറിയത്തിൽ തന്നെ ഉള്ള മറ്റൊരു വെറൈറ്റി പരിചയപ്പെടാം. ക്രുവാട്ടി കൊർഗാഡോ എന്നറിയപ്പെടുന്ന അതിമനോഹരമായിട്ടുള്ളൊരു ആന്തൂറിയമാണ്. ഇതിൻ്റെ ലീഫുകൾ മറ്റ് ആന്തൂറിയത്തിൽ നിന്നും ഭയങ്കര ഡിഫറെൻ്റാണ്. ഇതുപോലെ എന്താ പറയുക, ഒരു പ്രത്യേക ഷേപ്പിൽ ഉള്ള ഒരു ലീഫാണ്. അതിനകത്ത് പല പാർട്ടുകളായിട്ടാണ് അതിൻ്റെ ലീഫുകൾ വരുന്നത്. ഒരു ലീഫിൽ തന്നെ ഒരു 10-12ഓളം ലീഫുകൾ, ചെറിയ ലീഫുകളായിട്ട് വരുന്ന ഈ ഒരു പ്ലാന്റ് ക്രുവാട്ടി കൊർഗാഡോ എന്നറിയപ്പെടുന്ന ഈ ഒരു ആന്തൂറിയമാണ്. വളരെ മനോഹരമാണ്. നമ്മുടെ ഗാർഡനിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുണ്ട്. ശരിക്കും റീഗെയിൽ പോലെ തന്നെ ലോങ് പെറ്റ്യൂൾ വന്നിട്ട് അതിനകത്തുനിന്ന് ഒരുപാട് ലീഫുകൾ വരും. ഒരു പ്ലാന്റിൽ 3, 4, 5 ലീഫുകൾ വന്ന് നിറയുമ്പം ഭയങ്കര ഭംഗിയാണ്. അപ്പം നമ്മുടെ ഗാർഡനിൽ ഉള്ള പ്ലാന്റ് സൈസ് എന്ന് പറയുന്നത് ഈ ഒരു സൈസിലെ പ്ലാന്റുകളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ റിഗാലയാണ്. ശരിക്കും റിഗാല ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ലല്ലേ. എല്ലാവരുടെയും ഗാർഡനിൽ വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്ലാന്റാണ്. ക്രുവാട്ടി കൊർഗാഡോ പോലെ തന്നെ ലോങ് പെറ്റ്യൂൾ വന്നിട്ട് നല്ല രീതിയിൽ ഉള്ള ലോങ് ലീഫും വരുന്ന അടിപൊളിയായിട്ടുള്ള സ്ട്രൈപ്സും ഡാർക്ക് ലീഫും ഉള്ള ഒരു പ്ലാന്റ് തന്നെയാണ് റിഗാലെ. ശരിക്കും നമ്മുടെ ആന്തൂറിയത്തിൻ്റെ കൂടെ കളക്ഷൻ ചെയ്യുന്ന എല്ലാവരും, ആന്തൂറിയം കളക്ട് ചെയ്യുന്ന എല്ലാവരുടെയും വീട്ടിൽ കാണുന്നൊരു പ്ലാന്റ് കൂടിയാണ് റിഗാലെ. അപ്പോൾ അതും നമ്മുടെ ഗാർഡനിൽ ഇപ്പം സ്റ്റോക്ക് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. നല്ല ഫ്രഷ് റൂട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 2 ലീഫ് മുതൽ 2 to 3 ലീഫ് വരെയൊക്കെ വരുന്ന നല്ല നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകൾ. അടുത്തതായിട്ട് നമുക്ക് ആ ഒരു ആന്തൂറിയത്തിൻ്റെ ആ ഒരു ഫാമിലിയുടെ കൂട്ടത്തിൽ തന്നെ വെക്കാൻ പറ്റുന്ന, അതുമായിട്ടൊക്കെ കുറച്ച് സാമ്യമുള്ളൊരു അലോക്കേഷ്യയാണ്. അലോക്കേഷ്യ ബ്ലാക്ക് വെൽവെറ്റ്. ആ ഒരു ലീഫിൻ്റെ ഒരു ബ്ലാക്ക് കളറാണ്, അതിൻ്റെ ഒരു സ്ട്രൈപ്സും ഒക്കെയാണ് അതിന് ഒരു ആന്തൂറിയമായിട്ട് നല്ല സാമ്യം വരുത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഇതുപോലുള്ള മദർ പ്ലാന്റ് സൈസ് പോലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ്. അത്യാവശ്യം നമുക്ക് ഈ ടിഷ്യൂ പ്ലാന്റൊക്കെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഡാമേജ് ആവും. പക്ഷേ ഇതുപോലെയൊക്കെ ഒന്ന് സെറ്റായിട്ടുള്ള നല്ല പ്ലാന്റുകളൊക്കെ ആണെങ്കിൽ കുറേ നാൾ നമുക്ക് നല്ല രീതിയിൽ വളർത്തി സെറ്റാക്കി അതിനകത്ത് തൈകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അത് ഒരിക്കലും നശിച്ചു പോകത്തില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് പുതിയ വിശേഷങ്ങളും പുതിയ പ്ലാന്റ്സുകളും ഒക്കെ പരിചയപ്പെടാം. അപ്പം തിരക്കായതുകൊണ്ടും ഒരു വീഡിയോ ഇടണം എന്നത് അത്യാവശ്യമായതുകൊണ്ടും മാത്രമാണ് ഇപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. താങ്ക്